തലമുടി വളരുന്നതിന് മരുന്നിനെ കുറിച്ച് പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് വളരുന്നത്, അതൊന്നുകൂടെ പറഞ്ഞതാ, മുടി വളർത്താൻ എന്നൊക്കെ ചെയ്യണം, എന്തൊക്കെ തേക്കണം എന്നൊക്കെ. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്ന സവോള ചതച്ച് അതിൻ്റെ നീരിനകത്ത് തേയിലപ്പൊടിയും ചേർത്ത് തേക്കാൻ. അത് ചിലർക്ക് തലനീരിറങ്ങുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വേറൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. തേയിലപ്പൊടി നമ്മൾ തിളപ്പിച്ചെടുത്തിട്ട് അതിനകത്ത് സവോളയുടെ ഉണങ്ങിയ തൊലി ചേർത്ത് തിളപ്പിക്കണം. പുറത്തെ തൊലി മാത്രം പൊളിച്ചെടുത്ത് നമ്മൾക്ക് ആവശ്യാനുസരണം ഇട്ട് തിളപ്പിച്ച് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് 1 ഗ്ലാസ് ആക്കി എടുക്കണം. അത് തിളപ്പിക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം. വാ. തേയിലപ്പൊടി ഇട്ട് 2 സ്പൂണ്. ഇത് ബോച്ചയുടെ ടീ കേട്ടോ. എൻ്റെ ഇതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് തേക്കാം. ഏത് തേയിലപ്പൊടി വേണമെങ്കിലും തേക്കാം, തിളപ്പിക്കാം. പിന്നെ അതിന് അകത്തിടുന്നത് സവോളയുടെ തൊലിയാണ്. സവോളയുടെ നീര് തേച്ച് പ്രശ്നമുള്ളവർക്ക് സവോളയുടെ തൊലി ഇട്ടാൽ മതി. ഈ തൊലി ഇടണം. അടിയിലെ തൊലി ഒന്നും ഇടണ്ട. മേളിലത്തെ ഉണങ്ങിയിരിക്കുന്ന തൊലി നമ്മളങ്ങോട്ട് ഇട്ട് തിളപ്പിക്കണം. ഇട്ട് നല്ല തിളപ്പിച്ച ഈ 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിച്ച് സവോളയുടെ തൊലി ഇട്ട് തിളപ്പിച്ച് വറ്റിച്ച് ഇത്ര ആക്കിയെടുത്തു. എൻ്റെ തലമുടിയെ മുഴുവൻ പുരട്ടണ്ടേ. നിങ്ങൾക്ക് എന്തേലും ലോങ് ഹെയറാ ഉള്ളതെങ്കിൽ അങ്ങനെ തേക്കാം. അങ്ങനെ തിളപ്പിച്ചെടുത്ത തേയിലയുടെ വെള്ളമാണിത്. 1.5 ഗ്ലാസ് വെള്ളം വെച്ച് തിളപ്പിച്ച് അരിച്ച് എടുത്തു. അതിൻ്റെ കൂടെ എന്താ ഇട്ടത്? സവോളയുടെ തൊലി. സവോളയുടെ തൊലി ഇട്ട് 1.5 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് ഇത്രയാക്കിയെടുത്തു. ഇത് ഞാനിനി തലേ തേച്ചും കൂടെ കാണിക്കാവേ. നല്ല കുറുകിയ കറുത്ത വെള്ളം. തലമുടി നല്ലതായിട്ട് അഴിച്ചിടുന്നു. ചീകി നമ്മൾ തലമുടിയുടെ ഉടക്ക് കളയണം കേട്ടോ. നല്ലതായിട്ട് ഉടക്ക് കളഞ്ഞെടുക്കണം. ഉടക്ക് കളഞ്ഞിട്ട് നമ്മൾ തലമുടി ഇതിങ്ങനെ മാറ്റണം. ഇങ്ങനെ മാറ്റിയിട്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം. ഈ സൈഡൊക്കെ ഇതിങ്ങനെ മുടി ഇങ്ങനെ പകുന്നെടുക്കണം. പകുന്നെടുത്തിട്ട് നമ്മളിങ്ങനെ തലയിൽ തേക്കണം. ഇതിൽ നമുക്ക് നല്ല എളുപ്പമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നമ്മളൊരു കുപ്പിയുടെ അടപ്പ് കിഴിച്ചിട്ട് അല്ലെങ്കിൽ സ്പ്രേയുടെ അടപ്പ് വെച്ചിട്ട്, ഈ സ്പ്രേ കിട്ടുമല്ലോ, കടകളിലൊക്കെ കിട്ടുമല്ലോ, ആ സ്പ്രേക്കകത്ത് ഒരു കുഞ്ഞു കുപ്പിക്കകത്ത് ആക്കിയിട്ട് ആ സ്പ്രേയുടെ അടപ്പ് വെച്ച് അടച്ചിട്ട് ഇത് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കും. ഇങ്ങനെ തെറിപ്പിച്ചാൽ മതി. ഇതിപ്പോൾ അതില്ലാത്തത് കൊണ്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ തേച്ച് കാണിക്കും. ഇങ്ങനെ തലയുടെ ഓട്ടിയെ വേണം തേക്കാൻ. ഇങ്ങനെ തലയുടെ ഓട്ടിയെ തേച്ചിട്ട് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ തലയുടെ ഓട്ടിയെ തേച്ച് പിടിപ്പിക്കണം. അതിനകത്ത് മുടി താരനും മുടി വളരാനും പിന്നെ മുടിക്ക് കറുപ്പ് നിലനിൽക്കാനും ഒക്കെ ഇത് നല്ല മരുന്നാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചെയ്താൽ ഉണ്ടല്ലോ, ഇതിനകത്തൊരു കോഴിമുട്ട പൊട്ടിച്ച് അടിച്ച് പതച്ച് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചാണെങ്കിലും പതച്ച് മുട്ട, വെള്ള മാത്രമല്ല മുട്ടയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് തലമുടിയെ പുരട്ടുവാണെങ്കിൽ തലമുടി വളരാത്തവർക്ക് നല്ല ഫസ്റ്റായിട്ട് മുടി വളരും. അത് നമ്മളൊന്ന് ആലോചിക്കണം. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഹോർമോണിൻ്റെ കുറവ് കൊണ്ട് ചിലർക്ക് മുടി ഇല്ലാത്തവരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്ന് ടെസ്റ്റ് ചെയ്തേച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ്. പക്ഷേ ഈ മരുന്ന് നല്ലതാണ്. ഇത് സവോളയുടെ തൊലിയാണ്. സവോള നീര് ചതയ്ക്കുന്നില്ല. ചിലർക്ക് പറയുന്നതുകൊണ്ട് സവോള നീര് ചേർത്താൽ ഞങ്ങൾക്ക് തലനീരുണ്ടാവും, ജലദോഷം ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് ഇത് അത്യുത്തമമാണ്, നല്ല മരുന്നാണ്. എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കും. ഒത്തിരി പേരെന്നെ വിളിച്ച് ചോദിച്ചു തലമുടി വളരാൻ എന്താ മരുന്ന്, തലമുടി വളരാൻ എന്താ. അങ്ങനെയൊക്കെ പുരട്ടി വളർത്തിയ മുടിയാണ് ഇത്. മുടി ഒത്തിരി ഉണ്ടായിരുന്നു, കുറേ പോയതാണ്. ഇത്രയൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാവരും പറയും ഇത് കറുപ്പിച്ച മുടിയാണ്, മരുന്ന് തേച്ച മുടിയാണ് എന്നൊക്കെ പറയും. ഇത് 100% ഒറിജിനലാണ്. ഇത് നല്ലതാണ്. ഇത് ഞാൻ പുരട്ടി എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്. ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതല്ല. ഇതെൻ്റെ അനുഭവമാണ്. എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യുക. ഇപ്പോൾ ഈ ഞാൻ മരുന്ന് തല തേച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയേ. ഇത് ഉടനെ വാഷ് ചെയ്ത് കളയല്ലേ. ചിലരുടെ വിചാരം ഇതങ്ങ് പെട്ടെന്ന് കഴുകി കളയണമെന്നാണ്. ഇത് തലമുടിയിൽ ഈ തലയോട്ടിയെ തേച്ച് ഈ തേയില വെള്ളം തലയിൽ ഉണങ്ങണം. അതാണ് അതിൻ്റെ ഇത്. ഇപ്പം നിങ്ങൾ രാത്രി തേച്ചിട്ടങ്ങ് കിടന്നു, കുളി കഴിഞ്ഞ് തലമുടി ഉണങ്ങി കഴിഞ്ഞിട്ട് തലയിൽ ഈർപ്പം ഇല്ലാത്തപ്പോൾ തലമുടിയിൽ ഇത് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് അങ്ങ് കിടന്നുറങ്ങിക്കോ. തലയിൽ തുണി അങ്ങ് കെട്ടിയാൽ മതിയല്ലോ. എന്നിട്ട് രാവിലെ അങ്ങ് സാധാരണ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി. ഒരു മണവും ഒന്നുമില്ല. അല്ലാതെ ചുമ്മാതെ നിങ്ങളിങ്ങനെ ചെയ്തേച്ച് ഉടനെ കൊണ്ട് വെള്ളത്തിൽ അങ്ങ് കഴുകി കളയില്ല. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അരമണിക്കൂറിൽ നിങ്ങളുടെ തലമുടിയിൽ ഇരിക്കണം. അതാണ് അതിൻ്റെ ഇത്. എന്നെങ്കിൽ മാത്രമേ തലയ്ക്ക് അത് പ്രയോജനം ചെയ്യത്തുള്ളൂ. എല്ലാം കൊണ്ടും നല്ല വിധത്തിലുള്ളൊരു മരുന്നാണ് ഇത്.
ഇനി ഇതിൻ്റെ വേറെ മരുന്നുകൊണ്ട് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം.